ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? പല സ്ഥലങ്ങളിലും ലോക്ക്ഡൗണൊക്കെ റിലീസായി തുടങ്ങി. കുറച്ചൊക്കെ അയവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എല്ലാവരും സൂക്ഷിക്കുക. ഇനിയും നമ്മൾ ഒത്തിരി നാൾ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കുക, മാക്സിമം മാസ്ക് ഒക്കെ ധരിക്കുക, കൈ കഴുകാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും പ്രിക്കോഷൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ സാധാരണ റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴത്തേനും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. സാധാരണ ഒരു ഉപ്മാവ് എന്ന് പറയുമ്പോഴത്തേനും പിള്ളേർക്കൊക്കെ ഒരു മടുപ്പാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഷുവർലി പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും. അപ്പോൾ നമുക്കതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ഇൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന റവയാണത്. ഒരു കാൽമുറി ഒരു പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സബോള നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകാണ് ഇതിനകത്തുള്ളത്. ഒരു പിഞ്ച് കറിവേപ്പില. പിന്നെ ഉള്ളത് ഒരല്പം ഉഴുന്ന്, കടുക്, ഉപ്പ്, ഒരു ചെറിയ പീസ് ക്യാരറ്റും, അല്പം ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പിടി ഗ്രീൻ പീസും ഉണ്ട്. അത് ഓപ്ഷനിലാണ്, കാരണം ഓപ്ഷനിലാണ്. വെജിറ്റബിൾസ് കാണാനൊരു ഭംഗിയുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം, നിർബന്ധമല്ല. അപ്പോൾ ഇനി അതിനാവശ്യമായിട്ടുള്ള ഒരു വെള്ളം നമ്മൾ ആ റവ എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതിനെ നമുക്ക് ഉള്ളി വഴറ്റാൻ വെക്കുമ്പോഴത്തേനും അതിനെ ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ആ വെള്ളം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഒരല്പം ബട്ടർ അല്ലെങ്കിൽ ഗീ ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഗീ ഉണ്ടെങ്കിൽ ഗീക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ല ഇച്ചിരി കടുകിട്ട് കൊടുക്കുകയാണ്. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ആ ഉഴുന്നൊന്നിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉഴുന്നിടുമ്പോഴത്തേനും അതിന് വേറൊരു ഫ്ലേവർ വരും. അതുകൊണ്ടാണ് നമ്മൾ ആ പച്ചമുളകും ഉഴുന്ന് ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ കളർ മാറി തുടങ്ങുമ്പോഴത്തേനും തന്നെ നമുക്ക് ഇതിടാം. കാരണം അല്ലെങ്കിൽ ഇനി ആ ഉള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ടു. ഇതിങ്ങനെ ഒത്തിരി മൂത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും തന്നെ നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് ആവശ്യമുള്ളവർക്ക്, കാരണം ഉപ്പുമാവിന് ആ വൈറ്റ് കളറിൽ ചിലർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതിനകത്തൊക്കെ വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു ചെറിയ കളർ മാറ്റം ഉണ്ടാകും. ഞാനിപ്പോൾ മഞ്ഞളിടുന്നില്ല. സാധാരണ ഞാൻ മഞ്ഞളിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ മഞ്ഞളിടുന്നില്ല. ഉഴുന്ന ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും. കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളർ ആകാനേ പാടുള്ളൂ. അപ്പോൾ ഉഴുന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടണം. അതുപോലെ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം കടുകും ഉഴുന്നും ഇടാനായിട്ട്. ഇനി പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക് വത്തൽമുളക് മുറിച്ചിടാം കേട്ടോ. ആ കടുക് ഇട്ട് കഴിയുമ്പോഴത്തേനും തന്നെ വത്തൽമുളക് ഇട്ടൊന്ന് ചൂടായതിന് ശേഷം ബാക്കി ഉള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കളർ നന്നായിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ബാക്കി ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഞാൻ പറഞ്ഞിരുന്നു ഓപ്ഷനിലാണ്. ഇനി കൂടുതൽ വെജിറ്റബിൾസ് വേണ്ടവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ബീൻസോ
എന്താ കോളിഫ്ലവറൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ കളർഫുൾ ക്യാപ്സിക്കംസ് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഉപ്പുമാവെന്ന് പറയാൻ പറ്റുന്നത് സോയാ സോസ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നിങ്ങനെ കളർ മാറിയിട്ടുണ്ട്. അതാണ് ഉപ്പ്. നമ്മൾ വെജിറ്റബിൾ ഇടുമ്പോഴത്തേനും അതിനകത്തേക്ക് ആ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോഴത്തേനും നമുക്ക് ഉപ്പുമാവിനും കൂടെ ഉള്ള ഉപ്പാണ്, അതനുസരിച്ച് ഉപ്പിടണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരുന്നത്. ഇനി അതിനകത്തേക്ക് ആ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന നേരം കൊണ്ട് ആ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് തിളച്ച് കിട്ടും. അപ്പം നമ്മുടെ ആ തേങ്ങ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇനി നമ്മൾ ആ റവ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്, എങ്കിൽ കൂടെ അതിനകത്തേക്ക് ഇട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഇനി ഇഷ്ടമുള്ളവർക്ക് റേസിൻസോ കാഷ്നട്ടോ അല്ലെങ്കിൽ വേറെ ഇനി ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഇടണമെങ്കിൽ അത് നമ്മൾ ആ മസാലകൾ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് ചൂടാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റാണ്. മഞ്ഞളിട്ടില്ലെങ്കിലും ആ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്, ചെറിയ ഒരു കളർ മാറി വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണത്. വേവ് അധികമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം തീരെ വെന്തില്ല എന്ന് തോന്നുന്നവർക്ക് അത് നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് അങ്ങനെ മൈക്രോവേവിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടാലും നല്ലതാണ് കേട്ടോ. മൈക്രോവേവ് ഇല്ലാത്തവർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ വെജിറ്റബിൾ ഇട്ട് കഴിയുമ്പോഴത്തേനും 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും മതി. ചെറിയ തീയിലൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ റവ ഇട്ട് കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു നന്നായിട്ട്. ഇനി നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം തിളച്ച പാത്രത്തിലിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും സൂക്ഷിച്ച് ഒഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തെറിച്ചിട്ട് മേത്തേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഇനി അതിന് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, ഏറ്റവും ചെറിയ തീയിൽ. ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മളൊന്ന് എന്താ പറയുക 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ ഇളക്കിയിട്ട് ഡ്രൈ ആക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്നു. ഞാൻ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. മാവ് ഇങ്ങനെ കട്ടയായി കഴിഞ്ഞാൽ ചിലർക്കൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രമിക്കുക. ആ കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മാവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് അടിക്ക് ഇച്ചിരി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് നമ്മൾ ചീഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത്. കട്ടിയുള്ള പാത്രമാണെങ്കിലും അടിയിൽ ഇങ്ങനെ പിടിക്കും. ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് പിടിക്കാത്തത്. അതിനൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നെയ്യ് ഒഴിച്ചാണ് ആദ്യം ഉള്ളിയൊക്കെ സോട്ട് ചെയ്തതെങ്കിൽ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സോട്ട് ചെയ്തത് വെളിച്ചെണ്ണയിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല സ്മെല്ലും ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട്. ഉപ്മാവ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് അല്പം ഹെൽത്തിയാണ്. അതുപോലെ പിള്ളേർ കഴിക്കുകയും ചെയ്യും. കാരണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്മാവിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് അതിന് ടേസ്റ്റിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്മാവിൻ്റെ കൂടെ പഴമോ കറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പോലും ഈ ഉപ്മാവ് ചെറു ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ കറിയൊന്നും ഇല്ലാതെ തന്നെ അത് കഴിക്കും. ഒരു ശകലം പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.